നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. CPIM ഒറ്റപ്പാലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തി. ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച റെയിൽവേ സ്റ്റേഷൻ മാർച്ചാണ് ഈ വഴിയിലൂടെ കടന്നു വരുന്നത്. CPM ഒറ്റപ്പാലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു. പള്ളം നിവാസികളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണുക, റെയിൽവേ മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. റെയിൽവേയുടെ ഭൂമി എന്ന് പറഞ്ഞാൽ റെയിൽവേ ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് പണം കൊടുത്തു വാങ്ങിയ ഭൂമിയല്ല. ചരിത്രം പഠിച്ചവർക്കെല്ലാവർക്കും അറിയാം, ഡൽഹൌസി പ്രഭു ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷ് ഭരണാധികാരിയാകുന്ന സമയത്താണ് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ റെയിൽപ്പാളങ്ങൾ വരുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് പല സ്ഥലങ്ങൾക്കും പല പേരുകൾ വന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ലക്കിടി എന്ന് പറയുന്ന പേര്. ലക്കിടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിറക് എന്നാണ്. വിറക് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ വിറക് കിട്ടുന്ന ഒരു സ്ഥലം അന്ന് ലക്കിടി പ്രദേശമായിരുന്നു. അതുകൊണ്ട് ലക്കിടി എന്ന പേര് തീവണ്ടിയിലാണ് വിറക് കൊണ്ടുപോയിരുന്നത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ നാടിന് അങ്ങനെ ഒരു പേര് വന്നു. പല പ്രദേശങ്ങൾക്കും പേരുകൾ വരുന്നത് തന്നെ റെയിൽവേ വരുന്നതിൻ്റെ ഭാഗമായി. അന്ന് ഭൂമി ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. ആ ഭൂമിക്ക് യഥാർത്ഥത്തിൽ ഒരാൾക്കും ഉടമസ്ഥാവകാശമില്ല. അന്ന് പട്ടയമില്ല, ആധാരമില്ല, പോക്കുവരവില്ല, ടാക്സ് അടയ്ക്കുന്ന പരിപാടിയില്ല. അപ്പം അങ്ങനെ ഒരു കാലത്ത് തീവണ്ടി ഗതാഗതം വേണമെന്ന് ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചപ്പോൾ ഭൂമി അവർക്ക് കൊടുത്തു. പിന്നീട് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഒരു റെയിൽവേ നിയമം വന്നു. ആ നിയമത്തിൽ റെയിൽവേക്ക് നമ്മുടെ രാജ്യത്ത് പ്രത്യേക പോലീസ്, അതാണ് RPF, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. റെയിൽവേക്ക് സ്വന്തമായൊരു ബഡ്ജറ്റ് അതിപ്പോൾ ഇല്ല. 25ാം വാർഡ് കൗൺസിലർ ഫാത്തിമ സുഹ്ര അധ്യക്ഷത വഹിച്ചു. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്, നഗരസഭാ അധ്യക്ഷ K. ജാനകി ദേവി, വൈസ് ചെയർമാൻ K. രാജേഷ്, ലോക്കൽ കമ്മിറ്റി അംഗം P. വിപിൻ രാജ്, ബ്രാഞ്ച് സെക്രട്ടറി P. സുകുമാരൻ, ലോക്കൽ സെക്രട്ടറി MI A. റസാഖ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു.